ഇപ്പോൾ നിലമ്പൂരിലെ വടപുറത്ത് വാഹന പരിശോധന തുടരുകയാണ്. ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഇക്കാര്യത്തിലുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജില്ലാ ഇലക്ഷൻ ഓഫീസറാണ് ജില്ലാ കളക്ടർ, നിങ്ങൾക്കറിയാം. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. വിപിൻ, ശരിക്കും വാഹന പരിശോധന രാവിലെ തന്നെ സുഗമമായി നടക്കുന്നുണ്ടോ? അതെ SKN, വാഹന പരിശോധന ഇന്ന് രാവിലെ മുതൽ തന്നെ നടക്കുന്നുണ്ട്. 24 മണിക്കൂറുള്ള ഒരു പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതായി ഞാൻ നിൽക്കുന്ന ഈ വടപുറത്ത് വെച്ചിട്ടായിരുന്നു ഇന്നലെ ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനത്തിന്റെ പരിശോധന നടന്നത്. ഇത് മണ്ഡലത്തിലേക്ക് കയറുന്ന ഒരു വഴിയാണ്, അതായത് കനോലി പ്ലോട്ടിനോട് തൊട്ട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്താണ്. അപ്പോൾ വാഹനത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. ഒപ്പം തന്നെ അവർക്ക് സംശയമുള്ള ഡിക്കി ഉൾപ്പെടെയുള്ളവ ഒന്ന് തുറന്ന് പരിശോധിക്കുന്നു. അതിനുശേഷം അത് വിടുന്നു. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1-ാം തീയതി മുതലാണ് ഈ ഒരു പരിശോധന തുടങ്ങിയത്. അന്നു മുതൽ തന്നെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് രാവിലെ കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിയിരുന്നു. ആ സമയത്തും പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ഡിക്കി തുറക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. നേരത്തെ ഉദ്യോഗസ്ഥർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒരു സൂക്ഷ്മ പരിശോധനയിലേക്ക് പോവുക, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പരിശോധന മാത്രമായിരിക്കും നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ പെട്ടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അത് തുറക്കേണ്ട എന്ന് പറഞ്ഞതോടുകൂടി ഒന്ന് തുറന്നു പറയണം എന്നുള്ളതായിരുന്നു ആവശ്യമെന്നൊക്കെ നേരത്തെ ഷാഫി പറമ്പിൽ പറയുന്നുണ്ടായിരുന്നു. വാഹനത്തിന്റെ നമ്പർ, അതുപോലെ തന്നെ ഇതിന്റെ ഉടമ ആര്, പിന്നെ അതുപോലെ തന്നെ വാഹനം ഓടിച്ചതാര്, ഇത്രയും കാര്യങ്ങൾ ഇത് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് വാഹനങ്ങൾ വിടുന്നത്. ഡിക്കി ഉൾപ്പെടെയുള്ളവ തുറന്ന് ഇപ്പോൾ ഇതാ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ബാഗുകൾ എല്ലാം തുറന്ന് അതിലെന്താണ് എന്നുള്ളത് കൂടി ഒരു പരിശോധന നടത്തിയതിനു ശേഷം മാത്രമാണ് വാഹനങ്ങൾ ഇവിടെ നിന്ന് വിടുന്നത്. ഇത് ഇവിടുത്തെ ഒരു നടപടിക്രമം ആയിട്ടാണ്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഈ പരിശോധനകളുമായി ജനം സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഇപ്പോഴത്തെ ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ 2 വീഡിയോ സർവൈലൻസ് ടീമുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർബന്ധിത നടപടികളാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി സഹകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. 24 മണിക്കൂറും ഈ ടീമുകളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. എല്ലാം തന്നെ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ സഹകരിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന കുറിപ്പ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജീവനക്കാർക്ക് നൽകിയ ചുമതലകളിൽ ഈ വാഹനങ്ങളുടെ ഒരു സമഗ്ര പരിശോധന കൂടി ഉൾപ്പെടും. ഇത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് അതുമായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കുറിപ്പ് ജില്ലാ കളക്ടറും ഇതിനോടകം തന്നെ ഇറക്കിയിട്ടുണ്ട്. വാഹനങ്ങളുടെ പരിശോധന ഈ വടപുറത്ത് ഇപ്പോഴും നടത്തുന്നു. 3 ടീമുകളായി തിരിഞ്ഞുള്ള പരിശോധനയാണ് അതിരാവിലെ മുതൽ നടക്കുക. അത് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് 24 മണിക്കൂറും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനൊരു അങ്ങനെ വാഹനങ്ങൾ മാത്രമാണ് അത് ഇന്ന ആളുടേത് എന്നുള്ളൊരു മാറ്റം അതിനില്ല എന്നുകൂടിയാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പറയുന്നത്. ഇന്ന് രാവിലെ 6 മണിക്ക് ഷിഫ്റ്റിൽ കയറിയ ടീമാണ് ഇപ്പോൾ ഈ പരിശോധന ഈ വടപുറത്ത് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. SK വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.